നോളജ് ഫാക്ടറി ജോബ് അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുതിയൊരു നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, നിങ്ങൾക്കറിയാം BIS ഹോൾമാർക്ക് ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന്റെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ ഒരു ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന നമ്മുടെ ഗോൾഡിൻ്റെയൊക്കെ സർട്ടിഫിക്കേഷനും അതിൻ്റെയൊക്കെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വാളിഫിക്കേഷൻസും ജോബും അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് കടക്കാം. അതിനു മുന്നേ ഇതുപോലുള്ള PSC റിലേറ്റഡ് ആയിട്ടുള്ളതും ബാക്കിയുള്ളതുമായിട്ടുള്ള ജോബ് അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ബാക്കിയുള്ള ഗ്രൂപ്പുകളിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിലേക്കുള്ള ജോലിയാണ്. നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ജോലി തന്നെയാണിത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇതിനകത്ത് ആദ്യം വരുന്നതെന്ന് പറയുന്നത് ഗ്രൂപ്പ് A പോസ്റ്റുകളാണ്. ഗ്രൂപ്പ് A പോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല സാലറി വരുന്നതാണ്. അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇപ്പോൾ നിലവിൽ വിളിച്ചിട്ടുണ്ട്. അതിനകത്ത് പേ ഓഫ് സ്കെയിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റും. 56,000 മുതൽ 1,75,000 രൂപ വരെ വരുന്ന പേ സ്കെയിലാണ്. 35 അതിൻ്റെ ഏജ് ലിമിറ്റ്. വേക്കൻസികൾ ഒരു വേക്കൻസിയാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ വരുന്നുണ്ട്. അതിൻ്റെ പേ സ്കെയിൽ ഇവിടെ കാണാൻ കഴിയും. വേക്കൻസികൾ ഒന്നെയാണ്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ ഹിന്ദി വിളിക്കുന്നുണ്ട്. ഗ്രൂപ്പ് B പോസ്റ്റായിട്ട് പേഴ്സണൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് 35,000 മുതൽ 1,12,000 വരെ വരുന്ന പേ സ്കെയിലുള്ള ജോലികളാണിത്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, അസിസ്റ്റന്റ് കമ്പ്യൂട്ടർ ഡിസൈനർ, അതുപോലെ തന്നെ ഗ്രൂപ്പ് C ആയിട്ട് സ്റ്റെനോഗ്രാഫർ ഉണ്ട്, സീനിയർ അസിസ്റ്റന്റ് ഉണ്ട്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉണ്ട്. അവർക്കൊക്കെ 25,000 മുതൽ 81,000 വരെ വരുന്ന പേ സ്കെയിലുള്ള ജോലികളാണത്. അതുപോലെ തന്നെ ഗ്രൂപ്പ് B പോസ്റ്റുകളായിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും. മെക്കാനിക്കൽ, കെമിക്കൽ, അതുപോലെ തന്നെ മൈക്രോബയോളജിയിലേക്കുള്ള ടെക്നിക്കൽ അസിസ്റ്റന്റിനെ വിളിച്ചിട്ടുണ്ട്. സീനിയർ ടെക്നീഷ്യനായിട്ട് കാർപ്പൻ്റർ, വെൽഡർ, പ്ലംബർ, ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, വയർമാൻ അങ്ങനെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടെക്നീഷ്യൻ എന്ന് പറയുന്നത് ഇലക്ട്രീഷ്യൻ്റെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വേക്കൻസികളാണ് ഇതിനകത്ത് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം വേക്കൻസികളുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം താല്പര്യമുള്ളവരും ക്വാളിഫിക്കേഷൻ ഉള്ളവരും ഇതിലേക്കൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് അറിയും. ചാർട്ടേഡ് അക്കൗണ്ടന്റും അതുപോലെ തന്നെ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ വേണം. അസിസ്റ്റന്റ് ഡയറക്ടർ മാർക്കറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ 3 മാസ്റ്റർ MBA വേണം കേട്ടോ. മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ വേണം. 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അതുപോലെയുള്ള പേഴ്സണൽ അസിസ്റ്റന്റിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഡിഗ്രിയാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ. കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ് കൂടി അതിനകത്തുണ്ട്. അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ആണെങ്കിൽ ഡിഗ്രി തന്നെയാണ്. കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റും അതിനകത്ത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ സ്റ്റെനോഗ്രാഫർ നിങ്ങൾക്ക് മനസ്സിലാവാം. നമ്മുടെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഡിഗ്രി തന്നെയാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ആവശ്യമാണ്. അതുപോലെ തന്നെ സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഡിഗ്രി തന്നെയാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റുകളും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ടെസ്റ്റുകൾ അതിനകത്ത് ഉണ്ടാവും. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനും സെയിം ക്വാളിഫിക്കേഷൻ ആണ്. അതുപോലെ തന്നെ ടെക്നിക്കൽ ലാബ് അസിസ്റ്റന്റ് പോലുള്ള കാര്യങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. സീനിയർ ടെക്നീഷ്യൻസിൻ്റെ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പറയുന്ന BIS അല്ലെങ്കിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൻ്റെ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ജോബ് അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് BIS അപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ BIS ജോബ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് അതിനകത്ത് തന്നെ BISൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പേജിൽ കയറിയ ശേഷം നിങ്ങൾക്ക് ജോബിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളവരെന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള PSC റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് അപ്ഡേറ്റ്സ് വീഡിയോസിനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ഉടനെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ അപ്ഡേറ്റും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.